ഓം ശാന്തി 18/11/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ തന്നെയാണ് സത്യമായ അലൗകിക മായാജാലക്കാർ. നിങ്ങൾക്ക് മനുഷ്യരെ ദേവതയാക്കി മാറ്റുന്നതിനുള്ള മായാജാലം കാണിക്കണം. ചോദ്യം: നല്ല പുരുഷാർത്ഥിയായ വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്തായിരിക്കും? ഉത്തരം: അവർ പദവിയോടുകൂടി പാസ്സാകുന്നതിനുള്ള, അതായത് വിജയമാലയിൽ വരുന്നതിനുള്ള ലക്ഷ്യം വയ്ക്കും. അവരുടെ ബുദ്ധിയിൽ ഒരു ബാബയുടെ മാത്രം ഓർമ്മയായിരിക്കും. ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി ഒന്നിനോട് പ്രീതി വയ്ക്കും. അങ്ങനെയുള്ള പുരുഷാർത്ഥികൾ തന്നെയാണ് മാലയിലെ മുത്തായി മാറുന്നത്. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് വേണ്ടി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ആത്മീയ കുട്ടികൾ മായാജാലക്കാരും മായാജാലക്കാരികളുമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാബയെയും മായാജാലക്കാരനെന്ന് പറയുന്നത്. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്ന ഒരു മായാജാലക്കാരനും ഉണ്ടായിരിക്കുകയില്ല. ഇത് മായാജാലമല്ലേ? എത്ര വലിയ സമ്പാദ്യം സമ്പാദിക്കാനുള്ള വഴിയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സ്കൂളിലും ടീച്ചർ സമ്പാദിക്കാനാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പ് സമ്പാദ്യമല്ലേ? ബാബയും മനസ്സിലാക്കി തരുന്നു. ഭക്തിമാർഗത്തിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രങ്ങൾ മുതലായവയെല്ലാം ഉണ്ടാക്കുന്നു. ഭക്തി ചെയ്ത് ചെയ്ത് നിങ്ങൾ എത്ര പൈസ ചിലവാക്കി കഴിഞ്ഞു? ടീച്ചറാണെങ്കിൽ സമ്പാദിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഉപജീവനം നടന്നു പോകുന്നു. നിങ്ങൾ കുട്ടികളുടെ പഠിപ്പ് എത്ര ഉയർന്നതാണ്! എല്ലാവർക്കും പഠിക്കുകയും വേണം. നിങ്ങൾ കുട്ടികൾ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നവരാണ്. ആ പഠിപ്പിലൂടെയാണെങ്കിൽ വക്കീൽ മുതലായവയാണ് ആയി മാറുന്നത്. അതും ഒരു ജന്മത്തേക്ക് വേണ്ടി. എത്ര രാത്രിയും പകലും പോലെയുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാക്കൾക്ക് ശുദ്ധമായ ലഹരി വേണം. ഇതാണ് ഗുപ്തമായ ലഹരി. പരിധിയില്ലാത്ത ബാബയുടെ കാര്യം തന്നെ അത്ഭുതകരമാണ്. എങ്ങനെയുള്ള ആത്മീയ മായാജാലമാണ്! ആത്മാവിന് ഓർമ്മിച്ചോർമ്മിച്ച് സത്തോപ്രധാനമായി മാറണം. ഏതുപോലെയാണോ സന്യാസിമാർ പറയാറുണ്ടല്ലോ, നിങ്ങൾ പോത്താണെന്ന് കരുതൂ എന്ന്. അങ്ങനെ സങ്കൽപ്പിച്ച് ഇരുട്ടുമുറിയിലിരുന്നു. പറയും, ഞാൻ പോത്താണ്, മുറിയിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും എന്ന്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ പവിത്രമായ ആത്മാവായിരുന്നു. ഇപ്പോൾ അപവിത്രമായി മാറിയിരിക്കുകയാണ്. പിന്നെ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് നിങ്ങൾ പവിത്രമായി മാറും. ഈ ജ്ഞാനം കേട്ട് നരനിൽ നിന്നും നാരായണനും, അഥവാ മനുഷ്യനിൽ നിന്നും ദേവതയുമായി മാറുന്നു. ദേവതകളുടെയും രാജ്യമുണ്ടല്ലോ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ശ്രീമതത്തിലൂടെ ഭാരതത്തിൽ ദൈവിക രാജ്യം സ്ഥാപിക്കുകയാണ്. ബാബ പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് ശ്രീമത്താണോ നൽകുന്നത്, ഇതാണോ ശരി, അതോ ശാസ്ത്രങ്ങളുടെ മതമാണോ ശരി? വിലയിരുത്തൂ. ഗീതയാണ് സർവശാസ്ത്രമയി ശിരോമണി ശ്രീമദ് ഭഗവത് ഗീത. ഇതാണ് പ്രത്യേകിച്ചും എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഭഗവാൻ എന്നത് ആരെയാണ് പറയേണ്ടത്? തീർച്ചയായും എല്ലാവരും പറയും നിരാകാരനായ ശിവൻ എന്ന്. നമ്മൾ ശിവന്റെ കുട്ടികളാകുന്ന ആത്മാക്കൾ സഹോദരന്മാരാണ്. ശിവൻ ഒരേ ഒരു അച്ഛനാണ്. ബാബ പറയുന്നു, നിങ്ങൾ എല്ലാവരും പ്രിയതമകളാണ്. പ്രിയതമനാകുന്ന എന്നെ ഓർമ്മിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ തന്നെയാണ് രാജയോഗം പഠിപ്പിച്ചത്. ഏതിലൂടെയാണോ നിങ്ങൾ പ്രത്യക്ഷത്തിൽ നരനിൽ നിന്നും നാരായണനായി മാറുന്നത്. അവർ പറയും, നമ്മളാണെങ്കിൽ സത്യനാരായണന്റെ കഥയാണ് കേൾക്കുന്നത്. ഇതിലൂടെ നമ്മൾ നരനിൽ നിന്നും നാരായണനായി മാറുമെന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം നൽകുന്നു.
അതിലൂടെ ആത്മാവിന് മനസ്സിലാകുന്നു. ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ സാധിക്കില്ല. ആത്മാക്കൾ വസിക്കുന്ന സ്ഥാനത്തെ നിർവാണധാമമെന്നാണ് പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കണം. ഈ ദുഃഖധാമത്തെ ബുദ്ധി കൊണ്ട് മറക്കണം. ആത്മാവിനിപ്പോൾ തെറ്റെന്താണ് ശരിയെന്താണ് എന്ന് വിവേകം ലഭിച്ചിരിക്കുകയാണ്. കർമ്മം അകർമ്മം വികർമ്മത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തന്നു. ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നീട് കുട്ടികൾ തന്നെയാണ് അറിയുന്നത്. മറ്റു മനുഷ്യരാണെങ്കിൽ ബാബയെ തന്നെ അറിയുന്നില്ല. ബാബ പറയുന്നു, ഇതും ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. രാവണ രാജ്യത്തിൽ എല്ലാവരുടെ കർമ്മങ്ങളും വികർമ്മങ്ങളായിരിക്കും. സത്യുഗത്തിൽ കർമ്മം അകർമ്മമായിരിക്കും. ആരെങ്കിലും ചോദിക്കുകയാണ്, അവിടെ കുട്ടികളൊന്നും ഉണ്ടായിരിക്കുകയില്ലേ? പറയൂ, അതിനെ പറയുന്നത് തന്നെ നിർവികാരി ലോകമെന്നാണ്. അപ്പോൾ അവിടെ ഈ 5 വികാരങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്നു? ഇത് വളരെ നിസ്സാര കാര്യമാണ്. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ആരാണോ ശരിയായി മനസ്സിലാക്കുന്നത് അവർ പെട്ടെന്ന് തന്നെ ശ്രദ്ധയോടെ കേൾക്കും. ആരെങ്കിലും മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർ മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാക്കും. പ്രകാശത്തിൽ പാറ്റകൾ വരുന്നു, പോയതിനു ശേഷം പിന്നീട് വീണ്ടും വരുന്നു. ഇതും പ്രകാശമാണ്. എല്ലാം കത്തിയെരിഞ്ഞ് ഇല്ലാതാകണം. ഇതും മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് സാധാരണ പ്രകാശമല്ല. ആ പ്രകാശം സാധാരണമാണ്. പ്രകാശത്തിൽ പാറ്റകൾ ഒരുപാട് കത്തിയെരിയുന്നു. ദീപാവലി ദിവസം എത്ര ചെറിയ ചെറിയ കൊതുകുകളാണ് പുറത്തു വരുന്നത്. പിന്നീട് നശിക്കുന്നു. ജനിക്കുക, പിന്നീട് മരിക്കുക. ബാബയും മനസ്സിലാക്കി തരുന്നു. അവസാനം വന്ന് ജന്മമെടുത്ത് പിന്നീട് മരിക്കുന്നു. അവരാണെങ്കിൽ കൊതുകുകളെ പോലെയായി മാറി. ബാബ സമ്പത്ത് തരാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പദവിയോടുകൂടി പാസ്സാകണം. നല്ല വിദ്യാർത്ഥികൾ നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നു. ഈ മാലയും പദവിയോടുകൂടി പാസ്സായവരുടേതാണ്. എത്രത്തോളം സാധിക്കുന്നുവോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേയിരിക്കൂ. വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന് പറയാറുണ്ട്. ഇതിലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നമുക്ക് ബാബയോട് പ്രീത ബുദ്ധിയാണ് ഉള്ളത്. ഒരു ബാബയെ അല്ലാതെ നമ്മൾ മറ്റാരെയും ഓർമ്മിക്കുന്നില്ല. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഭക്തിമാർഗത്തിൽ ഒരുപാട് ഓർമ്മിച്ചു വന്നു, അല്ലയോ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനെ എന്ന്. അപ്പോൾ തീർച്ചയായും ബാബ സുഖം നൽകുന്നവനാണല്ലോ. സ്വർഗത്തെ പറയുന്നത് തന്നെ സുഖധാമം എന്നാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ വന്നിരിക്കുന്നത് തന്നെ പാവനമാക്കി മാറ്റാനാണ്. ഏത് കുട്ടികളാണോ കാമമാകുന്ന ചിതയിലിരുന്ന് ഭസ്മമായി പോയിരിക്കുന്നത് അവർക്കാണ് വന്ന് ജ്ഞാനത്തിന്റെ മഴ പെയ്യ്ക്കുന്നത്. നിങ്ങൾ കുട്ടികളെ യോഗം പഠിപ്പിക്കുകയാണ്. ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ വികർമ്മങ്ങൾ വിനാശമാകും. പിന്നീട് നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികളായി മാറും. നിങ്ങളും മായാജാലക്കാരാണല്ലോ. കുട്ടികൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ സത്യമായ മായാജാലമാണ്. ചിലർ വളരെ സമർത്ഥശാലികളായ മായാജാലക്കാർ ഉണ്ടായിരിക്കും. എന്തെല്ലാം വസ്തുക്കളാണ് കണ്ടെത്തുന്നത്. ഇത് അലൗകികമായ മായാജാലമാണ്. അർത്ഥം ഒരാൾക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. ഈ ശിക്ഷണം പുതിയ ലോകത്തിലേക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. അതിനെ സത്യയുഗം, പുതിയ ലോകമെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിങ്ങൾ എത്ര ഉത്തമ പുരുഷന്മാരായി മാറുകയാണ്. ബാബ ആത്മാക്കൾക്ക് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്.
ക്ലാസ്സിലും എപ്പോഴാണോ നിങ്ങൾ ബ്രാഹ്മണിമാർ ഇരിക്കുന്നത് അപ്പോഴും നിങ്ങളുടെ ജോലിയാണ് ആദ്യം മുന്നറിയിപ്പ് കൊടുക്കുക. സഹോദരീ സഹോദരന്മാരെ, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് കേൾക്കുന്നത്. 84 ജന്മങ്ങളുടെ രഹസ്യവും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. ഏത് മനുഷ്യരാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്? എല്ലാവരും ഒന്നും എടുക്കില്ലല്ലോ. ഇതിനെക്കുറിച്ചും ആരുടെയും ചിന്ത പോകുന്നില്ല. എന്ത് കേട്ടുവോ അത് സത്യമാണെന്ന് പറയും. പിന്നീട് മറ്റുള്ളവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ജ്ഞാനത്തിന്റെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ശരിയായ കർമ്മം തന്നെ ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഈ സമ്പത്ത് എടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും പുരുഷാർത്ഥം ചെയ്യൂ. ആ അച്ഛൻ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. നിങ്ങൾ ആത്മാക്കളോട് ബാബ പറയുകയാണ്, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവിൽ തന്നെയാണ് സംസ്കാരമുള്ളത്. സംസ്കാരം കൊണ്ടുപോകുന്നു. ചിലർ ചെറുപ്പത്തിലെ തന്നെ പേര് സമ്പാദിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കാം ഇവർ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയുള്ള ഏതോ കർമ്മം ചെയ്തിട്ടുണ്ട് എന്ന്. ആരെങ്കിലും കോളേജ് മുതലായവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ജന്മത്തിൽ നന്നായി പഠിക്കുന്നു. കർമ്മത്തിന്റെ കണക്കുകളാണല്ലോ. സത്യയുഗത്തിൽ വികർമ്മത്തിന്റെ കാര്യം തന്നെ ഉണ്ടായിരിക്കുകയില്ല. കർമ്മം തീർച്ചയായും ചെയ്യും. രാജ്യം ഭരിക്കും, കഴിക്കും. എന്നാൽ തലതിരിഞ്ഞ കർമ്മം ചെയ്യില്ല. അതിനെ പറയുന്നത് തന്നെ രാമരാജ്യം എന്നാണ്. ഇതാണ് രാവണരാജ്യം. ഇപ്പോൾ നിങ്ങൾ ശ്രീമതത്തിലൂടെ രാമരാജ്യം സ്ഥാപിക്കുകയാണ്. അതാണ് പുതിയ ലോകം. പഴയ ലോകത്തിൽ ദേവതകളുടെ നിഴൽ പതിക്കുകയില്ല. ലക്ഷ്മിയുടെ ജഡചിത്രം എടുത്തു വെക്കൂ, എന്നാൽ നിഴൽ പതിക്കും. ചൈതന്യത്തിന്റേത് പതിക്കില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, എല്ലാവർക്കും പുനർജന്മം എടുക്കുക തന്നെ വേണം. കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നതും ഒരു വിധിയിലൂടെയാണല്ലോ. കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെയും നിങ്ങളുടെ ചക്രം അതുപോലെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ തന്നെയാണ് ഉദാഹരണങ്ങൾ നൽകി മനസ്സിലാക്കി തരുന്നത്. പവിത്രത ഏറ്റവും നല്ലതാണ്. കുമാരി പവിത്രമായത് കാരണമാണ് എല്ലാവരും അവരുടെ കാൽക്കൽ വീഴുന്നത്. നിങ്ങളാണ് പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ. കൂടുതലും കുമാരിമാരുടേതാണ്. അതുകൊണ്ടാണ് കുമാരിയിലൂടെ അമ്പെയ്തു എന്ന മഹിമയുള്ളത്. ഇതാണ് ജ്ഞാനമാകുന്ന അമ്പ്. നിങ്ങൾ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബയാകുന്ന സദ്ഗുരു ഒന്ന് തന്നെയാണ്. ബാബ എല്ലാവരുടെയും സദ്ഗതി ദാതാവാണ്. ഭഗവാന്റെ വാക്കുകളാണ് മന്മന ഭവ. ഇതും മന്ത്രമാണല്ലോ. ഇതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് ഗുപ്തമായ പരിശ്രമം. ആത്മാവ് തന്നെയാണ് തമോ പ്രധാനമായി മാറിയത്. പിന്നീട് സതോ പ്രധാനമായി മാറണം. ബാബ മനസ്സിലാക്കി തന്നു, ആത്മാക്കളും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു. ആരാണോ ആദ്യമാദ്യം വേർപിരിഞ്ഞത്, ആദ്യം ലഭിക്കുന്നതും അവരെ തന്നെയാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, കളഞ്ഞുപോയി തിരികെ കിട്ടിയ അരുമ സന്താനങ്ങളെ എന്ന്. ബാബയ്ക്കറിയാം എപ്പോൾ മുതലാണ് ഭക്തി ആരംഭിച്ചത് എന്ന്. പകുതി പകുതിയാണ്. പകുതി കൽപ്പം ജ്ഞാനം, പകുതി കൽപ്പം ഭക്തി. 24 മണിക്കൂർ അടങ്ങിയ രാത്രിയും പകലും 12 മണിക്കൂർ AM അതായത് രാവിലെയും 12 മണിക്കൂർ PM അതായത് ഉച്ചയ്ക്ക് ശേഷവുമാണ്. കൽപ്പവും പകുതി പകുതിയാണ്. ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രിയും. പിന്നീട് എന്തിനാണ് കൽപ്പത്തിന്റെ ആയുസ് ഇത്രയും നീട്ടി വലിച്ചെഴുതിയത്? ഇപ്പോൾ നിങ്ങൾക്ക്
തെറ്റും ശരിയും പറഞ്ഞു തരാൻ സാധിക്കും. ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിന്റേതാണ്. പിന്നീട് ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നു. ഭക്തരുടെ രക്ഷകനാണെന്നല്ലേ പറയുന്നത്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ സന്യാസിമാർക്കെല്ലാം വളരെ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കും. നിങ്ങളുടെ ഫോം അവർ പൂരിപ്പിക്കുകയില്ല. അമ്മയുടെയും അച്ഛന്റെയും പേര് എഴുതുകയില്ല. ചിലരൊക്കെ പറഞ്ഞു തരും. ബാബ ചെന്ന് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചത്? കാരണം പറയൂ. വികാരങ്ങളുടെ സന്യാസം ചെയ്യുന്നു, അതേപോലെ വീടിനെയും സന്യസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ പഴയ ലോകത്തെയും സന്യസിക്കുന്നു. പുതിയ ലോകത്തിന്റെ സാക്ഷാത്കാരം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. അതാണ് നിർവികാരി ലോകം. സ്വർഗസ്ഥനായ പിതാവ് സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. പൂക്കളുടെ പൂന്തോട്ടം ഉണ്ടാക്കുന്നവൻ. മുള്ളുകളെ പുഷ്പങ്ങളാക്കി മാറ്റുന്നു. കാമവികാരം നമ്പർ 1 മുള്ളാണ്. കാമത്തെ വാളെന്നും ക്രോധത്തെ ഭൂതമെന്നുമാണ് പറയാറുള്ളത്. ദേവീ ദേവതകൾ ഡബിൾ അഹിംസകരായിരുന്നു. നിർവികാരികളായ ദേവതകളുടെ മുന്നിൽ വികാരികളായ എല്ലാ മനുഷ്യരും തലകുനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നീട് മറ്റ് സത്സംഗങ്ങളിൽ മുതലായവയിലേക്ക് പോവുക എന്നുള്ളത് സാധാരണ കാര്യമാണ്. ഈശ്വരനെ സർവവ്യാപി എന്ന് പറയുന്നു. അച്ഛൻ എപ്പോഴെങ്കിലും സർവവ്യാപിയാകുമോ? ബാബയിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബാബ വന്ന് പഴയ ലോകത്തെ പുതിയ ലോകമാകുന്ന സ്വർഗമാക്കി മാറ്റുന്നു. ചിലരാണെങ്കിൽ നരകത്തെ നരകമെന്നു പോലും മനസ്സിലാക്കുന്നില്ല. ധനവാന്മാരായ മനുഷ്യർ ചിന്തിക്കുന്നു, സ്വർഗത്തിൽ എന്താണുള്ളത്? നമ്മുടെ അടുത്ത് ധനം, വിമാനം, കൊട്ടാരങ്ങൾ മുതലായ എല്ലാം ഉണ്ട്. നമുക്ക് ഇത് തന്നെയാണ് സ്വർഗം. നരകം അവർക്കാണ് ആരാണോ അഴുക്കിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതം എത്ര പാവപ്പെട്ടതും ദരിദ്രവുമാണ്. പിന്നീട് വീണ്ടും ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കപ്പെടണം. നിങ്ങൾക്ക് ലഹരിയുണ്ടായിരിക്കണം. ബാബ നമ്മളെ വീണ്ടും ഇരട്ട കിരീടധാരികളാക്കി മാറ്റുകയാണ്. കഴിഞ്ഞതിനെയും വരാൻ പോകുന്നതിനെയും ഭാവിയെയും അറിഞ്ഞിരിക്കുന്നു. സത്യത്രേതായുഗത്തിന്റെ കഥ ബാബ പറഞ്ഞു തന്നു കഴിഞ്ഞു. പിന്നീട് ഇടയിൽ വെച്ച് നമ്മൾ താഴേക്ക് വീഴുന്നു. വാമമാർഗമാണ് വികാരി മാർഗം. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ സ്വയത്തെ സ്വദർശന ചക്രധാരികളെന്ന് മനസ്സിലാക്കുന്നു. ചക്രം കറക്കുന്നതിലൂടെ കഴുത്തു മുറിയുന്നു. അങ്ങനെയല്ല. കൃഷ്ണന്റെ കയ്യിൽ ചക്രം കാണിക്കാറുണ്ട്. അസുരന്മാരെ കൊന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. അങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബ്രാഹ്മണർ സ്വദർശന ചക്രധാരികളാണ്. നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുണ്ട്. അവിടെ ദേവതകൾക്കാണെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. അവിടെയാണെങ്കിൽ സദ്ഗതിയാണ്. അതുകൊണ്ടാണ് അതിനെ പകൽ എന്ന് പറയുന്നത്. രാത്രിയിൽ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഭക്തിയിൽ ദർശനത്തിനു വേണ്ടി എത്ര ഹഠയോഗങ്ങൾ മുതലായവയാണ് ചെയ്യുന്നത്. രാത്രിയും പകലും ഭക്തി ചെയ്യുന്നവർ തന്റെ പ്രാണൻ കളയാൻ തയ്യാറാകുന്നു. അപ്പോഴാണ് അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. ഡ്രാമയനുസരിച്ച് അല്പകാലത്തേക്ക് ആഗ്രഹം പൂർത്തിയാകുന്നു. ബാക്കി ഈശ്വരൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പകുതി കൽപ്പം ഭക്തിയുടെ പാർട്ടാണ് നടക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ ആത്മീയ ലഹരി തന്നെ ഉണ്ടാകണം. ബാബ നമ്മളെ ഇരട്ട കിരീടധാരികളാക്കി മാറ്റുകയാണ്. നമ്മളാണ് സ്വദർശന ചക്രധാരി ബ്രാഹ്മണർ. വർത്തമാനം, ഭൂതം, ഭാവിയുടെ ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് മുന്നോട്ടു പോകണം. 2. പദവിയോടുകൂടി പാസ്സാകുന്നതിന് വേണ്ടി ബാബയോട് സത്യമായ പ്രീതി വെക്കണം. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ഗുപ്ത പരിശ്രമം ചെയ്യണം.
വരദാനം: തന്റെ ഡബിൾ ലൈറ്റ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ വരാനിരിക്കുന്ന വിഘ്നങ്ങളെ തരണം ചെയ്യുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. വരാനിരിക്കുന്ന വിഘ്നങ്ങളിൽ ക്ഷീണിക്കുന്നതിനും നിരാശനാകുന്നതിനും പകരം സെക്കൻഡിൽ സ്വയത്തിന്റെ ആത്മീയ ജ്യോതി സ്വരൂപത്തിന്റെയും നിമിത്ത ഭാവത്തിന്റെയും ഡബിൾ ലൈറ്റ് സ്വരൂപത്തിലൂടെ സെക്കൻഡിൽ ഹൈ ജമ്പ് നൽകൂ. വിഘ്നമാകുന്ന കല്ലിനെ പൊട്ടിക്കുന്നതിൽ സമയം കളയാതിരിക്കൂ. ചാടി സെക്കൻഡിൽ മറികടക്കൂ. ചെറിയ വിസ്മൃതി കാരണം സഹജമാർഗം പ്രയാസമാക്കാതിരിക്കൂ. തന്റെ ജീവിതത്തിന്റെ ഭാവി ശ്രേഷ്ഠ ലക്ഷ്യത്തെ സ്പഷ്ടമായി കണ്ടുകൊണ്ട് തീവ്ര പുരുഷാർത്ഥിയാകൂ. ഏത് ദൃഷ്ടിയോടെയാണോ ബാബ്ദാദയും വിശ്വവും താങ്കളെ നോക്കുന്നത്, അതേ ശ്രേഷ്ഠ സ്വരൂപത്തിൽ സദാ സ്ഥിതി ചെയ്യൂ. സ്ലോഗൻ: സദാ സന്തുഷ്ടമായിരിക്കുക, സന്തോഷം വിതരണം ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ അന്തസ്സ്. അവ്യക്ത സൂചന: അശരീരി അഥവാ വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഇപ്പോൾ സംഘടിത രൂപത്തിൽ ഒരേ ഒരു ശുദ്ധ സങ്കല്പം, അതായത് ഏകരസ സ്ഥിതി ഉണ്ടാക്കുവാനുള്ള അഭ്യാസം ചെയ്യൂ. അപ്പോഴേ വിശ്വത്തിൽ ശക്തിസേനയുടെ പേര് പ്രസിദ്ധമാകൂ. എപ്പോൾ വേണമോ ശരീരത്തിന്റെ ആധാരമെടുക്കൂ. എപ്പോൾ വേണമോ ശരീരത്തിന്റെ ആധാരം വിട്ട് തന്റെ അശരീരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. എങ്ങനെ ശരീരം ധാരണ ചെയ്തുവോ അങ്ങനെ തന്നെ ശരീരത്തിൽ നിന്ന് വേറിടുക. ഈ അനുഭവമാണ് അന്തിമ പരീക്ഷയിൽ ഫസ്റ്റ് നമ്പർ നേടിത്തരുന്ന ആധാരം. ഓം ശാന്തി.